സംയോഗ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സംശയം നിങ്ങളോടൊക്കെ ഒന്ന് ചോദിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ലോകത്ത് നിലവിലെ ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സഹായിക്കുന്ന, അവനെ സംരക്ഷിക്കുന്ന, അവൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാകുന്ന ഒരു വിദ്യയുണ്ട്. ആ വിദ്യ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ വിദ്യ ഉപയോഗിക്കാൻ കഴിയും. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒരാളിൻ്റെ അസുഖമായാലും പ്രശ്നമായാലും ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളായാലും, അതുപോലെ തന്നെ പ്രൊഫഷണൽ, അതൊരു ബിസിനസ്സുകാരനായാലും ഒരു ഡോക്ടറായാലും എൻജിനീയർ ആയാലും വക്കീലായാലും ആർക്കായാലും അവർക്കെല്ലാം, അതുപോലെ സാധാരണ ഒരു തൊഴിലാളിക്കായാലും ഒരു സാധാരണ വീട്ടമ്മയ്ക്കായാലും കുട്ടിക്കായാലും അവന് പഠനത്തിനായാലും പരീക്ഷയ്ക്കായാലും ഇങ്ങനെ എന്തിന് ഏത് മേഖലകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിദ്യ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിദ്യ എല്ലാവരും സ്വായത്തമാക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ ഈ വിദ്യയെ നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയപ്പെടുത്താൻ ശരിക്കും പറ്റാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ ഇന്ന് ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാരും അവരുടെ ജീവിതത്തിൽ ഈ വിദ്യ ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സമാധാനം ഉണ്ടാക്കാനും സന്തോഷം ഉണ്ടാക്കാനും ജീവിതത്തിൽ സംതൃപ്തി നേടാനും ചുരുക്കത്തിൽ ജീവിതത്തിൽ വിജയം വരിക്കാൻ ഈ വിദ്യയെ പോലെ ഒരു വിദ്യ യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഇത് ഉപയോഗിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വിദ്യ സ്വായത്തമാക്കാതിരിക്കുന്നു. ആ സംശയമാണ് എനിക്കുള്ളത്. ഒരാൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെയാണ്. പകരം ഇപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ടെൻഷൻ, സ്ട്രെസ്സ്, സ്ട്രെയിൻ, ആങ്സൈറ്റി ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് മെജോറിറ്റി ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ കാണുന്നവർക്ക് സാധാരണ രീതിയിൽ കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ അല്ലാതുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. ഈ വിദ്യയുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിദ്യ എപ്പോഴും ഉപയോഗിക്കുക എന്നുള്ളതാണ്. രാത്രി എന്നില്ല, പകലെന്നില്ല, ആഹാരം കഴിക്കുന്നതിന് മുമ്പെന്നില്ല, കഴിച്ചതിന് ശേഷമെന്നില്ല, എവിടെ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു വിദ്യ എന്തുകൊണ്ടാണ് ആൾക്കാർ ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിൽ പ്രയോജനം നേടാത്തതെന്നുള്ളൊരു സംശയമാണ്. ഈ വിദ്യയ്ക്ക് യോഗയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ യോഗയാണെന്ന് തന്നെ പറയാം. പക്ഷെ യോഗയായിട്ട് അല്ല നിങ്ങൾ ഈ വിദ്യ അറിയുന്നത്. പിന്നെ ഈ വിദ്യ പഠിക്കാൻ വേണ്ടി നിങ്ങൾ അഹോരാത്രം നിങ്ങൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. വെറുതെ ഒരു കസേരയിൽ അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വിദ്യ നിങ്ങൾക്ക് സ്വായത്തമാക്കാം. സാധാരണ വിദ്യ പഠിക്കുന്ന പോലെ കണ്ടോ കേട്ടോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ ഒന്നും അല്ല ഈ വിദ്യ പഠിക്കുന്നത്. നിങ്ങൾക്ക് കസേരയിൽ വെറുതെ ഒരു അരമണിക്കൂർ ഇരുന്നാൽ ഈ വിദ്യ നിങ്ങളിലേക്ക് തരാൻ കഴിവുള്ളൊരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഈ വിദ്യ പകർന്നു തരാൻ പറ്റും. അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ പറ്റുന്ന വിദ്യ കൂടെയാണ്. വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഈ വിദ്യ നിങ്ങളോടൊപ്പം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാവും. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളത് പ്രയോഗിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുക. നിങ്ങൾ പ്രയോഗിക്കുന്ന അനുസരിച്ച് 100% നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് ഗുണം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാം. അങ്ങനെയുള്ള വിദ്യയാണ്. ഇതിന് യോഗയുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ യോഗയാണെന്ന് തന്നെ പറയാം. കാരണം യോഗയുടെ അർത്ഥം, അതിൻ്റെ പ്രഥമമായ അർത്ഥം വരുന്നത് ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഐക്യമാണ് യോഗയായിട്ട് എൻ്റെ ഉന്നതമായ അർത്ഥം പറയുന്നത്. പിന്നെ സെക്കൻഡറി, ടെർഷറി മീനിങ്ങുകളിൽ എന്തും ഏതും കൂടിച്ചേരുന്നത് യോഗയാണെന്ന് നമുക്ക് പറയാം. ഈ വിദ്യയുടെ അർത്ഥവും പേര് തന്നെ ഈ രണ്ട് കാര്യങ്ങളും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംയോഗം തന്നെയാണ്. ഇതിനെ ജാപ്പനീസ് വേർഡിലാണ് അറിയപ്പെടുന്നതെന്ന് മാത്രം. പ്രപഞ്ച ശക്തി എന്നുള്ള രീതിയിൽ ഇതിനെ റേ എന്നും ജീവശക്തി എന്നുള്ള രീതിയിൽ ഇതിനെ കീ എന്നും ചേർത്ത് റേക്കി എന്നുള്ള പേരിലാണ് ഈ വിദ്യ അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നൊക്കെയുള്ള സംശയമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് പറയാൻ കാര്യം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും
രാവിലെ ഉണർന്നെണീക്കുമ്പം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ വളരെ പോസിറ്റീവായിട്ട് ഈ വിദ്യ ഉപയോഗിക്കാനും ജീവിതത്തിലെ സർവ്വ ഫ്രൂട്ട്സുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുക്കാനും കഴിയുന്ന ഒരു വിദ്യയാണ്. അതുകൊണ്ട് ഈ വിദ്യ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യ നിങ്ങൾ പ്രയോഗിക്കുക, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ട് പ്രയോഗിക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പ്രയോഗ രീതിയും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ 6-7 മണിക്കൂർ ചിലവാക്കേണ്ടി വരും. ഇത്ര മാത്രമേ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ എപ്പിസോഡിൽ പറയാനായിട്ട് പറ്റുന്നുള്ളൂ. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശദീകരണവുമായിട്ട് ഞാൻ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.